നേപ്പാളിൽ സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ് ഇടക്കാല സർക്കാരിനെ നയിച്ചേക്കും. സുശീല കാർക്കി ഇടക്കാല സർക്കാരിനെ നയിക്കുന്നതിൽ ധാരണ. സൈനിക ഉദ്യോഗസ്ഥരും പ്രതിഷേധക്കാരും തമ്മിൽ നടത്തിയ ചർച്ചയിൽ ധാരണയായി എന്നാണ് സൂചനകൾ പുറത്തുവരുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും എസ് നന്ദഗോപൻ ചേർന്നുണ്ട്. നന്ദൻ, മാറി മറിയുകയാണ് സ്ഥിതിഗതികൾ. ഒപ്പം തന്നെ എന്താണ് നിലവിലെ സാഹചര്യം? വിഷ്ണു, കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ശക്തമായ പ്രതിഷേധം, ജെൻസിയുടെ ശക്തമായ പ്രതിഷേധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ നേപ്പാളിൻ്റെ പ്രധാനമന്ത്രിക്ക് രാജിവെക്കേണ്ടി വന്നത്. KP ശർമ്മ ഒലി രാജിവെച്ച് വിദേശ രാജ്യത്തേക്ക് കടന്നു എന്നുള്ള സൂചനകളാണ് ലഭ്യമാകുന്നത്. നിലവിലിപ്പോൾ അവിടുത്തെ ഭരണകാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് കരസേനയാണ്, സൈന്യമാണ്. സൈന്യത്തിൻ്റെ നേതൃത്വത്തിലാണിപ്പോൾ അവിടുത്തെ ഭരണനിർവഹണ നടപടികൾ പുരോഗമിക്കുന്നത്. ഇതിനിടയിലാണ് ഇന്നിപ്പോൾ ഈ സൈന്യവും അതേപോലെ തന്നെ പ്രക്ഷോഭക്കാരും തമ്മിൽ ചർച്ചയുണ്ടായി. ഈ ചർച്ചയിലാണ് ഒരു താൽക്കാലിക സർക്കാർ എന്നുള്ള ആവശ്യം മുന്നോട്ട് വന്നത്. ഈ താൽക്കാലിക സർക്കാരിന് നേതൃത്വം നൽകുവാൻ വേണ്ടി നേപ്പാളിലെ ആദ്യ സുപ്രീം കോടതി വനിതാ ചീഫ് ജസ്റ്റിസിനെ നിയോഗിക്കാമെന്നുള്ളൊരു ധാരണയിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സുശീല 2016 ഏപ്രിൽ 13 ഈ നേപ്പാളിലെ സുപ്രീം കോടതിയുടെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസായി ചുമതലയേൽക്കുന്നത്. സുശീല കാർക്കി 2017 ജൂൺ 7 വരെ അവർ തുടർന്നു ഈ സ്ഥാനത്ത്. അതിനിടയിൽ അവർ നടത്തിയ വളരെ സുപ്രധാനമായ ചില വിധിന്യായങ്ങളുണ്ട്. അതൊക്കെ തന്നെയാണ് അവരെ, സുശീല കാർക്കിയെ ഈ സ്ഥാനത്തേക്ക് നയിക്കുവാൻ, അല്ലെങ്കിൽ ഈ നേപ്പാളിനെ താൽക്കാലികമായെങ്കിലും നയിക്കുവാൻ വേണ്ടി സുശീല കാർക്കിയെ നിയോഗിക്കുവാൻ വേണ്ടിയുള്ള ഒരു ധാരണയിലേക്ക് എത്തി നിൽക്കുന്നത്. ഏതായാലും അത്തരം ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഇതിനിടയിലാണ് ഇപ്പോൾ കാഠ്മണ്ഡു വിമാനത്താവളം തുറന്നു എന്നുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നത്. ഈ കാഠ്മണ്ഡു വിമാനത്താവളം തുറക്കുന്നതോടുകൂടി അവിടെ നേപ്പാളിൽ കുടുങ്ങിക്കിടക്കുന്ന ഏതാണ്ട് 700-ലധികം വരുന്ന ഭാരതീയരെ അടിയന്തരമായി രാജ്യത്തേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ളതാണ് വിലയിരുത്തൽ. നേരത്തെ വായുമാർഗം, അതായത് വിമാനമാർഗം ഈ അവിടെ കുടുങ്ങിക്കിടക്കുന്നവരെ ഇവിടേക്ക് തിരിച്ച് ഭാരതത്തിലേക്ക് എത്തിക്കുവാനുള്ള തടസ്സം കാഠ്മണ്ഡുവിലെ വിമാനത്താവളം അടച്ചതായിരുന്നു. എന്നാൽ ഇപ്പോൾ സൈന്യത്തിൻ്റെ നേതൃത്വത്തിൽ അതിപ്പോൾ താൽക്കാലികമായി തുറന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവിടെ നേപ്പാളിൽ കുടുങ്ങിയ മുഴുവൻ ഇന്ത്യക്കാരെയും ഉടനടി ഇവിടേക്ക് ഭാരതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ളതാണ് വിലയിരുത്തൽ. ഏതായാലും ഇപ്പോൾ എവിടെയാണോ തുടരുന്നത് അവിടെ തന്നെ സുരക്ഷിതമായി തുടരുകയും ഒപ്പം തന്നെ സേനയുടെ എന്താണ് നിർദ്ദേശം അതനുസരിച്ച് നീങ്ങുവാൻ വേണ്ടിയുള്ള നിർദ്ദേശമാണ് ഭാരതത്തിൻ്റെ വിദേശകാര്യ മന്ത്രാലയം പൗരന്മാർക്ക് നൽകിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട അവരെ തിരിച്ചു നാട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ഇതിനോടകം തന്നെ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ നേതൃത്വത്തിലടക്കം പുരോഗമിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഇപ്പോൾ താൽക്കാലികമായൊന്നും ഇപ്പോൾ കെട്ടടങ്ങിയിരിക്കുകയാണ്. സൈന്യം ഈ പ്രക്ഷോഭക്കാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് പ്രക്ഷോഭങ്ങൾ അല്ലെങ്കിൽ ഇത്തരം പ്രതിഷേധങ്ങൾ അത് താൽക്കാലികമായെങ്കിലും നിർത്തിയില്ലെങ്കിൽ അതിനെ അടിച്ചമർത്തുവാനുള്ള നടപടികളിലേക്ക് സൈന്യം കടക്കുമെന്നുള്ളതാണ്. നമുക്കറിയാം, ജെൻസിയുടെ പ്രക്ഷോഭത്തിൽ ഈ പോലീസ് നടപടിയിൽ 19 യുവാക്കൾക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. അവിടുത്തെ ഭരണത്തിൻ്റെ പോരായ്മകൾ അല്ലെങ്കിൽ ഭരണത്തിൻ്റെ കൊള്ളരുതായ്മകളൊക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ ജനങ്ങൾ അറിയുമെന്നുള്ള ഒരു ഘട്ടത്തിലാണ് അവിടെ സമൂഹ മാധ്യമങ്ങൾ 26 സമൂഹ മാധ്യമങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയത്. തുടർന്ന് വലിയ പ്രക്ഷോഭത്തിലേക്കായിരുന്നു നേപ്പാൾ നീങ്ങിയിരുന്നത്. നേപ്പാളിലെ പാർലമെൻറ്റ് കെട്ടിടത്തിനടക്കം തീയിടുന്ന സാഹചര്യമുണ്ടായിരുന്നു. മുൻ പ്രധാനമന്ത്രിയുടെ ഭാര്യയെ ചുട്ടുകൊല്ലുന്ന സാഹചര്യമുണ്ടായിരുന്നു. പ്രധാനമന്ത്രി KP ശർമ്മ ഒലിയുടെ വീടിനടക്കം നിരവധി മന്ത്രിമാരുടെ വീടിന് തീയിട്ടു, പാർലമെൻ്ററി കെട്ടിടത്തിൽ തീയിട്ടു. അങ്ങനെ സുപ്രധാനമായ തന്ത്രപ്രധാനമായ പല സ്ഥലങ്ങളിലും തീയിട്ടു. എന്നാൽ ഇപ്പോൾ അതിൻ്റെയൊക്കെ ചുമതല സൈന്യം ഏറ്റെടുത്തിരിക്കുകയാണ്. താൽക്കാലികമായെങ്കിലും ഇപ്പോൾ ജെൻസിയുടെ പ്രക്ഷോഭത്തിന് അല്പം അയവുണ്ടായിരിക്കുന്നു നേപ്പാളിൽ. വിഷ്ണു, ശരി, എസ് നന്ദഗോപനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.